ഇവൻ ബാങ്ക് കൊള്ളയടിക്കാൻ വേണ്ടി മദ്യപാനിയായി അഭിനയിച്ച് ജനലിൽ ഒരു മാഗ്നറ്റിക് ഡിവൈസ് ഒട്ടിച്ച് ഷട്ടറിൽ തല്ലി അലാറം അടിച്ചതോടെ പോലീസ് പാഞ്ഞെത്തി. ആരെയും കാണാത്തതിനാൽ തെറ്റായ അലാറം എന്ന് കരുതി പോലീസ് കാർഡ് സ്വൈപ്പ് ചെയ്ത് സിസ്റ്റം ഓഫ് ആക്കിയെങ്കിലും മോഷണസംഘം അവരെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. സമയമായോടെ ഡിവൈസ് പൊട്ടിച്ച് ബാങ്കിൽ പുക പടർത്തിയതോടെ പോലീസ് ഫയർഫോഴ്സിനെ വിളിച്ച് പ്രദേശം വളഞ്ഞു. ഈ ബഹളമെല്ലാം നഗരത്തിന്റെ മറുഭാഗത്തുള്ള ജ്വല്ലറി ലക്ഷ്യമിട്ടുള്ള ശ്രദ്ധ മാത്രമായിരുന്നു. ഈ സമയം അപ്പുറത്ത് ഗ്ലാസോ ഉപയോഗിച്ച് 20 ഇഞ്ച് ദ്വാരം മുറിച്ച് സക്ഷൻ കപ്പ് വെച്ച് അത് മാറ്റിയ ശേഷം മോഷ്ടാക്കൾ ഉള്ളിൽ കടന്നു. ഒരു ലേസർ ഉപയോഗിച്ച് വോൾട്ട് കോഡ് ക്രാക്ക് ചെയ്ത ശേഷം വയർമെഷ് മുറിച്ച് ക്യാമറ സിസ്റ്റം നിയന്ത്രിക്കുന്ന സെക്യൂരിറ്റി ഹാർഡ് ഡ്രൈവ് അവർ പുറത്തെടുത്തു. വോൾട്ട് പെട്ടെന്ന് തുറക്കാൻ വലിയ ഡ്രില്ലിംഗ് മെഷീൻ എടുത്തപ്പോൾ ശബ്ദം കേട്ട് 2 സെക്യൂരിറ്റി ഗാർഡുകൾ അങ്ങോട്ട് വന്നു. ഇതുകണ്ട് കൂടെയുള്ളയാൾ പേടിച്ചെങ്കിലും പ്രധാനി പുറത്തിറങ്ങി ഒരു കാറിന്റെ ഗ്ലാസ് അടിച്ച് പൊട്ടിച്ച് അലാറം അടിപ്പിച്ചു. ഗാർഡുകളുടെ ശ്രദ്ധ തിരിച്ചു. ആ സമയം കൊണ്ട് ഡ്രിൽ ബാക്കി ഭാഗം തുളച്ച് സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ച് ഗിയർ ശബ്ദം കേട്ട് വോൾട്ട് പാടെ തുറന്നു. അകത്തുണ്ടായിരുന്ന കോടികൾ വിലമതിക്കുന്ന ഡയമണ്ടുകളെല്ലാം ഗെറ്റവേ കാറിലേക്ക് മാറ്റി. 3 പേരും കൃത്യമായ ആസൂത്രണത്തോടെ അവിടുന്ന് രക്ഷപ്പെട്ടു.